ഹായ് ഹലോ നമസ്കാരം. മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയില്ല ഇങ്ങനെ ഒരു ഇൻട്രോയിലൊക്കെ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫുഡ് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യലാണ് പതിവ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും വീട്ടിൽ ഒരു ഓഫ് ഡേ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഇന്ന് വന്നിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് കമൻസ് ഇട്ടതിന് ഒരുപാട് പേര്. പിന്നെ ഒരു പരാതിയുണ്ട്, കമൻസ് ഒന്നും വായിക്കുന്നില്ല എന്നുള്ളത്. കമൻസ് വായിക്കുന്നില്ല എന്നല്ല, എല്ലാവരുടെ കമൻസും വായിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ടുള്ള കമൻസിന് എല്ലാത്തിനും റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ആൻഡ് മാക്സിമം ജോലിയുടെ ഇടയിൽ ഹാർട്ട്സ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിശ്വാസം വരും, ലൈക്ക് വിനി വായിച്ചു എന്നുള്ളത്. അതന്നെയാണ് സത്യം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മസിയൽ റെസിപ്പിയാണ്. ഓക്കെ. ഈ ഒരു റെസിപ്പി കോയമ്പത്തൂരിൽ നമ്മൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ക്യാൻറ്റീനിൽ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുന്ന സമയത്ത് അവിടെ വെക്കുന്ന ഇലയിൽ വിളമ്പുന്ന ഒരു സംഭവമാണ് കാരമസിയൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സൂപ്പറാണ് ചോറിൻ്റെ കൂടെ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വാങ്ങോ പാക്കലാം പൊട്ടേറ്റോ കാരമസിയൽ. അപ്പോൾ വരൂ നമുക്ക് പൊട്ടേറ്റോ മസിയൽ ഉണ്ടാക്കാം. പൊട്ടേറ്റോ മസിയൽ ഉണ്ടാക്കാൻ ആദ്യം തന്നെ നോർമലായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഏത് എണ്ണ വേണമെങ്കിലും ആവാം, വെളിച്ചെണ്ണ മാത്രം വേണ്ട. കടുക് ഇടുക, കടലപ്പരിപ്പ് ഇടുക, എന്നിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കുക. കടലപ്പരിപ്പ് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഒരു വലിയ സവോള ഇതുപോലെ ചോപ്പ് ചെയ്തത്, ഭയങ്കര ചോപ്പൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസിലായിട്ടുള്ള രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് വെക്കുക. അതേമാതിരി തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക. അവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലിട്ട് കൊടുക്കേണ്ടത് മസാലയാണ്. മസാല മസിയലാണല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊട്ടേറ്റോ മസാല മസിയൽ ആയതുകൊണ്ട് തന്നെ മസാലകൾ ആവശ്യമായിട്ടുള്ളത് ഒരു നുള്ളിന് മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ മസാലയാണ്. സാമ്പാർ പൊടി നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ ഇതിൽ നമുക്ക് കാരപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇത് നന്നായിട്ട് വറുക്കുക. വറുത്ത് പച്ചമണമൊക്കെ ഒന്ന് നന്നായി പോകണം. പച്ചമണം നന്നായി പോയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടുക. ഇട്ടിട്ട് നല്ല പോലെ ആ മസാല കിടന്ന് നന്നായി പിടിക്കണം. എന്നിട്ട് ലേശം കുക്കറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ മസാല ആ വെള്ളത്തിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാലയിൽ കൂടെ തന്നെ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ഇങ്ങനെ ഈവൺ ആയിട്ടുള്ള രീതിയിൽ മസാല നന്നായിട്ട് പിടിക്കും. ഓക്കെ. ഒരു അരക്കപ്പോളം വെള്ളം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണ സമയത്ത് ആ മസാല എല്ലാം നന്നായി കിടന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കും. ആ തിളയ്ക്കണ സമയത്ത് അതിനെ വാങ്ങി വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് മസാല മസിയൽ റെഡി ആയിട്ടിരിക്കുക. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോയയുടെ പെപ്പർ ഫ്രൈ ആണ്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ നമ്മൾ സവോളയാണ് ഇടുന്നത്. കുറച്ച് നല്ലോണം സവോള വേണം അതിന്. അതും കൂടി ഇട്ടിട്ട് ലേശം ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല പൊടി ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല പോലെ വഴറ്റി കൊടുത്തിട്ട് ആ മണം നന്നായിട്ട് പച്ചമണമൊക്കെ പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ വേവിച്ച് വെച്ചിട്ടുള്ള, ഞാൻ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടുള്ള നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ സോയാ ചങ്ക്സ് അതിൽ കൂടെ ഇട്ട് കൊടുക്കുക. അതിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അതൊന്ന് വെന്തു എന്ന് കാണുന്ന സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള സോയാ ചങ്ക്സ് പെപ്പർ മസാല റെഡി ആയിരിക്കും. സിമ്പിളാണ്. തക്കാളി ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. നിങ്ങൾ ഈ ഒരു രീതിയിൽ തൈരും ചോറിൻ്റെ കൂടെ, തക്കാളി ചോറിൻ്റെ കൂടെ, നാരങ്ങ ചോറിൻ്റെ കൂടെ ഒക്കെ നന്നായിരിക്കും. ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് നല്ല ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മസാല ഉണ്ടാക്കാൻ പറ്റും. ഇതപ്പോൾ ഞാൻ ലേശം പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പൊടിയൻ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ക്രഷ് പെപ്പർ വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ സോയാ പെപ്പർ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നല്ല കോംപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മസാല റെഡിയായി. അപ്പോൾ നല്ല കുറുകുറേന്നുള്ള നല്ല കട്ടിക്കുള്ള തൈര്,
ചോറ് റെഡിയാക്കിയിരിക്കുകയാണ്. ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ണുമ്പോൾ നല്ല ടേസ്റ്റാണ്. സൈഡിൽ ഈ ഒരു മസാല മസിയലും കൂടി വയ്ക്കുക. അതേമാതിരി തന്നെ നമ്മുടെ സോയയും കൂടി വയ്ക്കുക. ഇനി എന്ത് വേണം? തൈരും ചോറിൻ്റെ കൂടി അങ്ങോട്ട് കഴിക്കുക മക്കളെ. ദാറ്റ്സ് ഇറ്റ്. സൂപ്പറായിരിക്കും. അപ്പോൾ വരൂ കഴിക്കാം. പൊട്ടാറ്റോ കാര മസിയൽ ആൻഡ് sausage pepper fry, curd rice. Amazing combination. ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. സൂപ്പർ. അങ്ങനെ പ്ലെയിൻ ആയിട്ട് കേർഡ് റൈസ് വെച്ചിട്ട് കഴിച്ചാൽ സൂപ്പറായിരിക്കും. ഞാൻ ഇരുന്ന് കഴിക്കാം. എനിക്കറിയാം ഒരുപാട് പേര് പറയുന്നു ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് നിൽക്കണം. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും നമുക്ക് കാണാം പുതിയൊരു റെസിപ്പിയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinny's Kitchen.